ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് RRB NTPCയുടെ മിക്സ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 1 അവറിൻ്റെ മിക്സ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുത്ത് അതെങ്ങനെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യാം, അതിൻ്റെ കൺസെപ്റ്റുകൾ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു സെഷൻ അതിൻ്റെ കൊണ്ടുപോവാം. ഇതിനു മുന്നേ ഈ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ബേസ് സെറ്റ് ആക്കേണ്ടത്, പെർസെൻറ്റേജ്, റേഷ്യോ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അരിതമെറ്റിക്കിൻ്റെ ഓൾമോസ്റ്റ് എവറി ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ സെക്ഷനിലായിട്ടുള്ള ഡിസോണസ്റ്റ് ഡീലർ, അതുപോലെ തന്നെ സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്നത്, ഇലക്ഷൻ പ്രോബ്ലംസ്, എക്സാം ബേസ്ഡ് പ്രോബ്ലംസ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്, അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അരിത്തമെറ്റിക്കിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് എടുത്തിട്ട് നോക്കുക. അതിലെല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓരോ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിനുള്ള മാർക്കുകളിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കണ്ടിട്ടില്ലാത്തവർ. അപ്പോൾ ഇത് ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ദിശ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ക്ലാസ്സുകളൊക്കെ കാണാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ ഡെമോ ക്ലാസ് കണ്ടെന്ന് നോക്കുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ്റെ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് കാൽക്കുലേഷൻ്റെ എക്സസൈസ്. അപ്പോൾ അതെല്ലാവരും ഡെയിലി ചെയ്യണം. ജോലി കിട്ടുന്നവരെ നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു മാത്സിൻ്റെ ജേണിയിൽ ഏറ്റവും നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്, മാത്സിൽ മാത്രമല്ല റീസണിങ്ങിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡെയിലി അത് ഒരു മുടക്കവും കൂടാതെ എഴുതുക. അരമണിക്കൂറെങ്കിലും അതിന് കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇഫ് y ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 6 - 4 then what is the value of y cube plus 12y square plus 48y plus 100? ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ട്രൈ ചെയ്യാമോ? യെസ്, ഓക്കെ, ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയോ നിങ്ങൾക്ക് ഞാൻ സമയം തരാം. ഒരു 20-30 സെക്കൻഡ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ. ഇവിടെ പറയുന്നത് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? y ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 6 - 4 ആണ്. ഇപ്പോൾ -4 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +4 ആവും. അപ്പോൾ നമുക്ക് y + 4 ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 6 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? രണ്ട് സ്ഥലത്തും ക്യൂബ് ചെയ്യാം. കാര്യം ഇവിടെ എല്ലാം എന്താണ്? ക്യൂബാണ് കിടക്കുന്നത്. അപ്പോൾ y + 4ൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഞാൻ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ക്യൂബ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയും ക്യൂബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും ക്യൂബ് ചെയ്യണം. ഇപ്പോൾ സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ദിശ അക്കാഡമി സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് സെർച്ച് ചെയ്യുക. ആ ക്ലാസ് കാണുക. എക്സ്പോണൻസും പവർസും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അത് കാണുക. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ a+b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് y ക്യൂബ് പ്ലസ് b ക്യൂബ് 64ൻ്റെ ക്യൂബ് 64 പ്ലസ് 3ab, അതായത് 3 × y × 4, 3 × 4 × y ഞാൻ എഴുതാം. അതെല്ലാം ഇൻറ്റു a+b, അതായത് y + 4. അതിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് റൈറ്റ് സൈഡിൽ ക്യൂബ് ചെയ്യുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ ക്യൂബ് ചെയ്താൽ റൈറ്റ് സൈഡിലും ക്യൂബ് ചെയ്യാം, വാല്യൂവിന് ചേഞ്ച് വരണ്ട എന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 6ൻ്റെ ക്യൂബ്, 6ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 6⁻⁴ ആണ്. അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ a⁻m⁻n എന്ന് പറഞ്ഞാൽ a⁻m × n ആണ്. അപ്പോൾ അതെല്ലാം സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഒന്ന് കണ്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ 6⁻⁴ × 3 എന്ന് വരും. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് അറിയാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ 6⁻³ നമുക്ക് 6 എന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 6ൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇനി എന്താണ്? 6 ആണ്. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 5ൻ്റെ
ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് 5 ആയിരിക്കും. ഇനി ഇത് പേന എടുക്കേണ്ടി വരരുത്. ക്യൂബ് റൂട്ട് ഓഫ് 1000 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 989, ക്യൂബ് റൂട്ട് ഓഫ് 989ന്റെ ക്യൂബ് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്തേ വരത്തുള്ളൂ, ക്യൂബ് റൂട്ടിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 1/3 × 3 അത് 1 ആയി പോയിട്ട് 989 എന്താണോ ആ വാല്യൂ അത് തന്നെ ആയിരിക്കും വരുന്നത്. ഇനി അതൊരു ഷോർട്ട് കട്ടായിട്ട് പഠിച്ചോണം, ഇനി ഇങ്ങനെ എഴുതേണ്ട അവസ്ഥ വരരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ y ക്യൂബ് പ്ലസ് 64 പ്ലസ് 12y × y. ഇവിടെ 12y ഉണ്ട്, 12y ഉണ്ട്, അതേ ഇൻറ്റു y, അതായത് 12y² പ്ലസ് 12y × 4, അതായത് 16 × 48y, 48y ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ ഇനി ഈ ഒരു ഇക്വേഷൻ അറിയാത്തവരുണ്ടോ ആരെങ്കിലും? a പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾജിബ്രയിൽ ചെയ്തിട്ടുള്ളതാണ്. ഓൾജിബ്രയുടെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. NTPCക്ക് വേണ്ടിയല്ല, ഓൾജിബ്ര എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓൾജിബ്ര ക്ലാസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ മതി. a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab × a പ്ലസ് ബി ആണ്. ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൊച്ചുനാൾ പഠിച്ചിട്ടുള്ള a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. അപ്പോൾ ഈ 3ab നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഇതേപോലെ ഞാൻ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് പറയട്ടെ. a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്തോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അറിയാത്തവരാണെങ്കിൽ. a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab × a മൈനസ് ബി. ഇവിടെ എല്ലാം എന്ത് വരും, മൈനസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab². ഇതും എന്താണ്, a മൈനസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഫോമുലയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, y ക്യൂബ് പ്ലസ് 64 പ്ലസ് 12y² പ്ലസ് 48y വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത്? y ക്യൂബ് പ്ലസ് 12y² പ്ലസ് 48y. അതെവിടെ കിടപ്പുണ്ട്, y ക്യൂബ് പ്ലസ് 12y² പ്ലസ് 48y. അപ്പോൾ ഇതാണ് അതേ പ്ലസ് 100 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇതിൻ്റെ വാല്യൂ എന്ത് എഴുതാം, ഈ പച്ച ലൈൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്താൽ നമുക്ക് വേണ്ടുന്ന വാല്യൂവിൻ്റെ വാല്യൂ എന്ത് എഴുതാം, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. എന്തെന്ന് കൊടുക്കാം, അതിൻ്റെ കൂടെ 100, എക്സ് പ്ലസ് 100 ആണ്. അതാ ഇത്രയും സാധനം ഞാൻ എക്സ് എന്ന് കൊടുത്തു. y ക്യൂബ് എക്സ് എന്ന് വിളിച്ചാൽ എക്സ് അധികം 100ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഇവിടുന്ന്, ഇതാണ് എക്സ്. 6 മൈനസ് 6ൽ നിന്നും ഈ 64 എന്ത് ചെയ്യും, കുറയ്ക്കും. 6 മൈനസ് 64 മൈനസ് 58 ആണ്. എക്സിൻ്റെ വാല്യൂ മൈനസ് 58, അതേ അധികം 100 ആണ് ചോദിച്ചിട്ടുള്ളത്. 100ൽ നിന്നും 58 പോയാൽ 42 ആണ്. എന്നിട്ട് പ്ലസ് സിമ്പിൾ. അപ്പോൾ 42, ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇവിടെ ചെയ്തത് മനസ്സിലായോ? നമുക്ക് വേണ്ട എന്തായിരുന്നു, y ക്യൂബ് പ്ലസ് 12y² പ്ലസ് 48yയിൽ നിന്ന് വൈയുടെ കൂടെ 100 കൂട്ടണമായിരുന്നു. y ക്യൂബ് പ്ലസ് 12y² പ്ലസ് 48y നമ്മൾ എങ്ങനെ എഴുതാം, 6 ഇവിടെ ഉണ്ട്, ഈ 64 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 64 ആവും. 6 മൈനസ് 64, 6ൽ നിന്നും 64 കുറയ്ക്കണം. ഡിഫറൻസ് എടുത്തിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. മൈനസ് 58, ഡെയിലി കാൽക്കുലേഷൻ ചെയ്യണേ എല്ലാവരും. മൈനസ് 58 കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂ മൈനസ് 58 ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സാധനം മൈനസ് 58 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 100 ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഏറ്റവും ബിഗിനറായിട്ട് ഒന്നും അറിയാത്ത ഒരാൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ജോലി കിട്ടില്ല, നിങ്ങൾ ഒരിക്കലും സമയത്ത് എക്സാം കംപ്ലീറ്റ് ആകാനും പോകുന്നില്ല. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴി പറഞ്ഞു തന്നു. ഇനി എങ്ങനെയായിരിക്കണം ഒരാൾ എക്സാമിന് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരാൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ കണ്ടു, വൈയുടെ വാല്യൂ തന്നു, ക്യൂബ് റൂട്ട് ഓഫ് 6 - 4. ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ക്യൂബാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ y പ്ലസ് 4ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, ക്യൂബ് റൂട്ട് ഓഫ് 6 y പ്ലസ് 4. ഇത് മൈൻഡിൽ തന്നെ ചെയ്യണം. എൻ്റെ ക്യൂബ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, y ക്യൂബ് പ്ലസ് 64 പ്ലസ് 3a² b, 3 ഇൻറ്റു അങ്ങനെ ചെയ്യാം, 3 ഇൻറ്റു y² ഇൻറ്റു 4, അതായത് 12y² പ്ലസ് 3ab². 3 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ y ആണ്, 4ൻ്റെ സ്ക്വയർ 16, 16 3 48y. ഇതിൻ്റെ വാല്യൂ കിട്ടും, റൈറ്റിലെ ക്യൂബ് 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന y ക്യൂബ് പ്ലസ് 64, y ക്യൂബ് പ്ലസ് 12y² പ്ലസ് 48yയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് കിട്ടും. 6 മൈനസ് 67 മൈനസ് 58, അതിൻ്റെ കൂടെ 100 കൂട്ടണം. മൈനസ് 58 പ്ലസ് 100, 100 മൈനസ് 58 42 ആണ്. ഇത്രയും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു എക്സാമിന് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ. ഇതൊക്കെ എന്താണ് അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഠിച്ച് വെച്ചിരിക്കുന്ന ഡെയിലി എഴുതി പഠിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എക്സാം എന്ന് പറഞ്ഞാൽ ഒരു വാറാണ്. നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ പയറ്റിയ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്യുവാണ്. അല്ലാതെ നമ്മൾ അവിടെ പോയല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതി ഓരോ സ്റ്റെപ്പുകൾ എഴുതി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത് കാണാൻ രസമാണ്, പഠിക്കാനും മനസ്സിലാക്കാനും രസമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും സമയത്ത് എഴുതാൻ പറ്റില്ല. അതാണ് നോർത്ത് ഇന്ത്യക്കാരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അത് മാക്സിമം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തേ പറ്റൂ. അല്ലാത്ത രീതിയിൽ പഠിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ എക്സാമിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുന്നത്, ഒരു പ്രാക്ടീസിൻ്റെ ഒരു റിസൾട്ടാണ്.
ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റിനും ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം ഒരുപാട് പേര് PSC കഴിഞ്ഞ് വരുന്നവരുണ്ട്, കുറേ പേർക്ക് ബേസ് ഇല്ലാത്തവരുണ്ട്. അവർക്കൊന്നും ആദ്യമേ ഞാൻ ഈ മെത്തേഡ് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അതെനിക്ക് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ CGL ക്ലാസ് എടുക്കുന്ന ലെവലും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു പോവാം. നിങ്ങളുടെ കുറേ പേരുടെ സ്പീഡാണെന്ന് പറയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ഇത് ചെയ്യട്ടെ. നമ്മൾ ക്ലാസ് വരുന്നത് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് പഠിച്ചു പോവുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എക്സാമിന് ചെയ്യണം എന്നുള്ള കാര്യവും ഇത് എന്താണ് ഇവർ ഇതിൽ നിന്നും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് കാണേണ്ടത് എന്താണ്, സഡ്സ് ആൻഡ് ഡിസസ് ആണ്. അതും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റിനെ പറ്റി നല്ലൊരു അവബോധം കിട്ടും. ഓൾജിബ്രയുടെ ഫോർമുല എല്ലാം വരുന്ന ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് ഒരു ഡൗട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റിനും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് പഠിച്ചു പോകും. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാനൊരു 30 സെക്കൻഡ് സമയം തരുന്നു. ഒന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ ഇത് പ്രീമിയർ ചെയ്യുന്ന സമയത്ത്, ലൈവ് ആയിരിക്കത്തില്ല, പ്രീമിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആൻസറായിട്ട് പറയാം. എൻ്റെ അടുത്ത് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറയാം. ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. കിട്ടും ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 2k + 11 വേർ k is the average of 16, 25, 13, 26 ആൻഡ് 15. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2k + 11ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ k എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആവറേജ് കാണണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഒരാൾ ഇങ്ങനെ 16, 25, 13, 26, 15 ഇങ്ങനെയൊക്കെ എഴുതി ചെയ്യും. ഞാനിത് ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാഴ്ചയെങ്കിലും ചെയ്തവർക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൂട്ടാൻ പറ്റണം. 16, 25, 14 20 കൂടും 36 5 41, 41 13 54, 51 3 54, 26 74 6 80, 15 95. ഇതാണ് ഇതിൻ്റെ സമ്മ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാണോ ചെയ്യേണ്ടത്? 16, 25, 41, 41, 13 അങ്ങനെയല്ല ചെയ്യേണ്ടത്. 16, 41, 54, 80, 95 ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മൈൻഡ് പോകേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കും ഡെയിലിയുള്ള കാൽക്കുലേഷൻ. ഇപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് ഇവിടെ k ആണ് ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പറാണ്. ഇത് പേന എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സം 95 ആണ്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 ഉണ്ട്. ഇപ്പോൾ 95/5 19 ആണ്. ഡെയിലി എഴുതുന്നതാണ്. 19 × 5 95 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 2k + 1. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 × 19 + 11. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. റൂട്ട് ഓഫ് 38 + 11 49. 49ൻ്റെ റൂട്ട് 7 ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ ഈസി ആണ്. പക്ഷെ ഇങ്ങനെ ചെയ്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആണെന്ന് പറയാൻ ഒരു അവകാശമില്ല. ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ തന്നെ ചെയ്തിരിക്കണം. ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ഫാസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഇതെന്താവത്തുള്ളൂ, ഈസി ക്വസ്റ്റ്യൻ ആവത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 2k + 11 വേർ k is the average. ഇത് കാണുമ്പോൾ തന്നെ കെയുടെ വാല്യൂ വേണം. ആവറേജ് ആണ്. 41 54 80 95. 95/5 19. 19 കൊടുക്കുമ്പോൾ 38 11 49. റൂട്ട് 49 7 ആണ്. 7ൻ്റെ സ്ക്വയർ ആണ് 49. ഇത് കാണുമ്പോൾ തന്നെ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ സെറ്റ് ആക്കണം. ഇതിൻ്റെ എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ മെത്തേഡാണ്. ഇതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. യെസ്, വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും ഒന്ന് ചെയ്ത് നോക്കൂ. 30 സെക്കൻഡ് ഒന്ന് ചെയ്ത് നോക്കൂ. k is the product of greatest and smallest of the numbers. Find the value of 1/k + 4 × 1/k - 2. അപ്പോൾ നമുക്ക് എന്ത് വേണം? കെയുടെ വാല്യൂ വേണം. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ സ്വന്തമായിട്ട്.
കിട്ടിയ ആൻസർ. ഇവിടെ പറയുന്നത് കേസ് ദ പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എങ്ങനെ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം, അതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൻ്റെ എല്ലാം LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു വഴിയുണ്ട്, അല്ലാത്ത വഴിയും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്റേഴ്സിൻ്റെ, അതായത് 4, 3, 5, 8, 4 ഇതിലേത് ഗ്രേറ്റസ്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ LCM എത്ര, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, എല്ലാത്തിൻ്റെയും കോമൺ മൾട്ടിപ്പിൾ. 4ൻ്റെ മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 8 ഉണ്ട്, പിന്നെ 4 നോക്കേണ്ട ആവശ്യമില്ല. 3ലും 8ലും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ 3ൻ്റെ 8ൻ്റെ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 ഗുണം 8 ചെയ്തേ പറ്റൂ. 3 ഗുണം 8ൽ 5ൻ്റെ മൾട്ടിപ്പിൾ ഇല്ല, അപ്പോൾ 5 കൂടെ മൾട്ടിപ്പിൾ ചെയ്തേ പറ്റൂ. അതായത് 120 ആണ് എന്തെന്ന് പറയുന്നത്, ഈ അടിയിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം ലോവസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. അപ്പോൾ എന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് 120 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പറിനെ 120 ഗുണിക്കുമ്പോൾ 120 ഇൻറ്റു 1/4, 120/4 30 എന്ന് വരും. 2/3 ഇൻറ്റു 120, അപ്പോൾ 2/3 ഇൻറ്റു 120 ഇവിടെ 40 ആണ്. 40 ഗുണം 3 ആണ് 120, അപ്പോൾ 42 ഇവിടെ 80 വരും. 4/5 ഇൻറ്റു 120, അപ്പോൾ 120/5 എന്ന് പറയുമ്പോൾ 24. 120 ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, 24 4 96. 5/8 ഇൻറ്റു 120 വേറെ വഴി കൊണ്ട് കാണിച്ചു തരാം, 15. 15 5 75 വരും. 3/4 ഇൻറ്റു 120 33 90 വരും. പിന്നെ അത് ഏറ്റവും വലുത് ഏതാണ്, 96 ആണ്. അതായത് മൂന്നാമത്തെ നമ്പറാണ് ഏറ്റവും വലുത്. അപ്പോൾ ലാർജസ്റ്റ് ഏതാണ്, 4/5 ആണ്. അപ്പോൾ K എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്, ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആണ്. നമുക്ക് ഗ്രേറ്റസ്റ്റ് കിട്ടി 4/5, സ്മോളസ്റ്റ് ഏതായിരിക്കും 30 വരുന്ന ഏതാണ് 1/4. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Kയുടെ വാല്യൂ 1/5 എന്ന് കിട്ടി. 4 പോയി. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. ആൻസർ എന്ന് പറഞ്ഞാൽ 1/K. ഒരു സാധനത്തിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനെ തിരിച്ചിടുന്നതായിരിക്കും. 1/K എന്ന് പറഞ്ഞാൽ 1/1/5. ഒരു സാധനത്തിനെ 1/1/5 എന്ന് എഴുതാൽ 5 അങ്ങ് മേളിൽ പോകും. അല്ലെങ്കിൽ ഈ സാധനത്തെ ഒരു ഫ്രാക്ഷനെ തിരിച്ചിടുന്ന വാല്യൂ ആയിരിക്കും 1/ ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ തിരിച്ചിടുക 1/1/5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ റെസിപ്രോക്കൽ. 1/1/5 എന്ന് പറഞ്ഞാൽ 1/5നെ തിരിച്ചിടുക. 5 മേളിൽ പോകും, 1 താഴെ വരും. 5 + 4 ഇൻറ്റു 1/K എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ്. 5 - 2, 5 + 4 എന്ന് പറഞ്ഞാൽ 9. 9 ഇൻറ്റു 3 നമുക്ക് എന്ത് കിട്ടും, 27 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതാണ് ഒരു വഴി, നമുക്ക് ആ ഒരു ലാർജസ്റ്റും സ്മോളസ്റ്റും കണ്ടുപിടിക്കാനുള്ള ഒരു വഴി, LCM എടുക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഇപ്പോൾ 2 ഫ്രാക്ഷൻ ചെറുതേതാണ് വലുതേതാണ് നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 2 ഫ്രാക്ഷൻ കിട്ടി. ഇപ്പോൾ 1/4 കിട്ടി, 2/3 കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ വാല്യൂ ഏതാണോ വരുന്നത്, ഇവിടെ 3 വരും. 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 വരും. അപ്പോൾ എവിടെയാണോ വലുത് വരുന്നത് അത് വലിയ ഫ്രാക്ഷൻ ആയിരിക്കും. ചെറുത് വരുന്ന ഏതാണോ അത് ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വലുത് ഏതാണ്, ഇവിടെ 8, 2/3 ആണ് വലുത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വലുത് കണ്ടുപിടിക്കാം. അപ്പോൾ 1/4 2/3 നോക്കുമ്പോൾ 2/3 ആണ് വലുത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേറെ പെയിൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 × 2 8, 3 × 1 3. അപ്പോൾ ഇതാണ് വലുത്, ഇപ്പോൾ ഉള്ള വലുത്. ഇനി 5 × 2 10, 3 × 4 12. ഇപ്പോൾ 12 വന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലുത്. 8 4 32, 5 5 25. ഇവിടെ 25 വരും, ഇവിടെ 32 വരും. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും വലുത്. ഇനി ഇതുകൂടെ കമ്പയർ ചെയ്യാം. 4 × 4 16, 5 × 3 15. ഇവിടെ 15 വരത്തുള്ളൂ, ഇവിടെ 16 വരും. അപ്പോൾ ലാർജസ്റ്റ് ചെയ്ത് വന്നു 4/5 വന്നു. പെയിൻ എടുക്കാതെ ഇവിടെ നോക്കി തന്നെ ചെയ്യാം. ആ ഒരു മെത്തേഡ് പഠിച്ചോണം. ഇനി ചെറുത് വേണം. ചെറുത് കണ്ടുപിടിക്കാൻ എങ്ങനെ, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. 1 × 3 3, 4 × 2 8. അപ്പോൾ ഇതാണ് ചെറുത്. ഇതെന്തായാലും ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നോക്കണ്ട, 4/5 നോക്കണ്ട, വലുതാണത്. ഇനി ഇതും തമ്മിൽ നോക്കാം. 1/4 5/8, 8 × 1 8, 4 × 5 20. ഇപ്പോൾ ഇവിടെ 20 വന്നു, ഇവിടെ 8 വന്നു. ചെറുത് ഏതാ, 1/4 തന്നെ. ഇനി 3/4 1/4. ഇപ്പം 4 1 4, 4 3 12. അപ്പോൾ 4 ചെറുത് വന്ന് ഇവിടെ ആണ്. ഇപ്പോൾ 1/4 ആണ് ചെറുത്. അപ്പോൾ ഡയറക്റ്റ് എന്ത് കിട്ടും, Kയുടെ വാല്യൂ 1/5 കിട്ടും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാതെ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. Kയുടെ വാല്യൂ കിട്ടി, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി എക്സാം മെത്തേഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി എക്സാം മെത്തേഡ്. അപ്പോൾ എക്സാമിന് ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരു ടോപ്പർ എങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഒരു ക്വസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ബേസിക് സൊല്യൂഷൻ പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവില്ല. നിങ്ങൾക്ക് CGL പഠിക്കുന്ന ഒരാൾ എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമോ? കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ CGL എക്സാം എഴുതുന്നവരും പരീക്ഷ എഴുതുന്നുണ്ട്, ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവരും എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അവരുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ CGL ലെവലിലുള്ള മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്? അപ്പോൾ അത് നമ്മൾ
മെയിൻസ് ലെവലിലും എല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു എക്സാമിന് ഇന്ന മെത്തേഡ്, ഒരു എക്സാമിന് ഇന്ന മെത്തേഡ് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കണം ഒരു ക്വസ്റ്റിന് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ലെവൽ വരെ പഠിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പഠിത്തം അനുസരിച്ച് ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലാസ് CGL ആണെങ്കിൽ എനിക്ക് ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്, ഇവിടെ സ്പീഡ് കൂടുതലാണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ സ്പീഡ് കൂടുതലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. യെസ്, ഇവിടെ എക്സാം മെത്തേഡ് എന്തായിരിക്കും? ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ വാല്യൂ ഒക്കെ അറിയാം. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 10/4 1/4 എന്ന് പറഞ്ഞാൽ 10/4. ഒരു 1-നകത്ത് 4 പോകത്തിൽ ഒരു പോയിന്റ് ഇട്ടു. 10/4 10-നകത്ത് 4 2 വട്ടം, ബാക്കി ഇഷ്ടം 2, 20-നകത്ത് 4 5 വട്ടം. ഇതൊക്കെ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ 0.25 ആണ്. ഇത് 2/3 0.66 ആണ്. 2/3 എന്ന് പറഞ്ഞാൽ 66% ആണ്. 66 2/3% ആണ്. 0.66 ആണത്. 4/5 എന്ന് പറഞ്ഞാൽ 80%, 0.8 ആണ്. 5/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8 62.5 ആണ്, അല്ലെങ്കിൽ 0.625 ആണ്. 62.5% 5/8. ഇതൊക്കെ നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുള്ള. അത് പ്രോ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. 3/4 എന്ന് പറഞ്ഞാൽ 75% പെർസെൻറ്റേജിൻ്റെ ക്ലാസ് എടുത്ത് കണ്ടാൽ മതി. 0.75 ആണ്. 75% എന്ന് പറഞ്ഞാൽ 75/100 ആണ്. 0.75 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇത് 0.25, ഇത് 2/3 0.66, അതിനേക്കാൾ വലുത്. 4/5 0.8 ആണ്, ഏറ്റവും വലുത്, അതിനേക്കാൾ വലുത്. 5/8 എന്ന് പറഞ്ഞാൽ 62.5 ആണ്, ഇതിൻ്റെ അത്രയും വലുതല്ല. 3/4 0.75 ആണ്. അപ്പോൾ വലുതേതാണ്? 4/5. ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇനി പ്രോഡക്റ്റ് ആണ് K എന്ന് പറയുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ ഏതാണ്? 0.25, 1/4 ആണ്. അപ്പോൾ 1/5 ആണ് നമ്മുടെ ഇത്. 1/K എന്ന് പറയുമ്പോൾ 5, 5 4 9, 9 ഇൻറ്റു 5 - 2 9 ഇൻറ്റു 3 27. ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഇത് പ്രോ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും. CGL പഠിക്കുന്നവരും എന്ത് ചെയ്യുന്നുണ്ട്? ജോലി അത്രയ്ക്ക് ആവശ്യമാണ്, അതുകൊണ്ട് അവരും ഇത് എഴുതുന്നുണ്ട്. ഇത്രയും ചെയ്യുന്ന ഒരാളും ഈ ഒരു ചെയ്യുന്ന മെത്തേഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. യെസ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇനി ചോദിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ ഇത്? യെസ്. ഈ ഒരു മെത്തേഡുകളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. 30 സെക്കൻഡ് എടുത്ത് ചെയ്തേ. ഓക്കെ, കിട്ടിയ ആൻസർ? ഇതുപോലെ പഠിക്കാനല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2/3 ഓഫ് y ഈക്വൽ ടു 8/15 ഓഫ് z. റേഷ്യോ പ്രൊപ്പോർഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ 2/3 y ഈക്വൽ ടു 8/15 z ആണ്. y/z വേണം, കോമൺ ആയിട്ട് വെട്ടിക്കളയാം. ഇവിടെ 3, ഇവിടെ 5 വരും, ഇവിടെ 2, ഇവിടെ 4 വരും. 8നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 4 വരും. അപ്പോൾ y ഇവിടെ കിടക്കുന്നു, z താഴോട്ട് വരുന്നു. y/z എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 4/5. y 4 ആണെങ്കിൽ z 5 ആണ്. ഓപ്ഷൻ എ നമുക്ക് കൊടുക്കാം. എക്സാമിന് ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? എക്സാമിന് ഇങ്ങനെ നിങ്ങൾ എഴുതി ചെയ്യണോ? വേണ്ട. അപ്പോൾ ഞാൻ ഈ എഴുതി ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഇത് പാടാണെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ബേസിക് മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പീഡാക്കാം. മാത്സ് എത്ര
സ്ലോ ആയിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് ക്ലാസ് എടുത്ത് പഠിക്കാം. ബേസ് മുതൽ സെറ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് പിന്നെ മാത്സ് ഏത് എക്സാമിനും സെറ്റ് ആക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അങ്ങനെ എടുത്ത് പഠിക്കാം. ഇവിടെ നോക്ക് 2/3y ഈക്വൽ ടു 8/15 ഓഫ് സെറ്റ്. അപ്പം ഞാനിത് എക്സാമിന് പോകുമ്പോൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഞാനങ്ങ് 15 ആക്കും. മേളിൽ താഴെ 15 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യം 3യെ ഞാൻ 15 ആക്കും. ഇവിടെ 15 ആയി കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 15 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3നെ ഞാൻ 5 കൊണ്ട് ഗുണിച്ചാൽ എന്താവും? 15 ആവും. അപ്പോൾ ഒരു ഫ്രാക്ഷനെ 2/3 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ്റെ വാല്യൂ 2/3 തന്നെയാണ്. അപ്പം ഞാനിവിടെ 5 കൊണ്ട് വെറുതെ ഗുണിക്കാൻ പറ്റത്തില്ല. മേളിലും എന്ത് ചെയ്യണം? 5 കൊണ്ട് തന്നെ ഗുണിക്കണം. എങ്കിലേ അതിൻ്റെ എഫക്റ്റീവ് ക്യാൻസൽ ആയിട്ട് റേഷ്യോ 2/3 തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ 2/3 എനിക്ക് എങ്ങനെ എഴുതാം? 10/15 എന്നും എഴുതാം. ഇതൊക്കെ മൈൻഡിലാണ് എഴുതുന്നത്. ഈ മൈൻഡിൽ എഴുതണമെങ്കിൽ ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്തിരിക്കണം. അപ്പോൾ മേളിൽ താഴെ ഞാൻ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് പറയാം ഇതിനെ 10/15 എന്ന് പറയാം. അപ്പോൾ ഈ 15 ക്യാൻസൽ ചെയ്തിട്ട് 10 ഓഫ് y ഈക്വൽ ടു 10 ഇൻറ്റു y ഈക്വൽ ടു 8 ഇൻറ്റു z എന്ന് എഴുതാം. അപ്പോൾ y/z എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ കൂടെ കിടക്കുന്നത്. ഇസഡിൻ്റെ കൂടെ കിടക്കുന്നത് 8 ആണ്. ഇസഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ കിടക്കുന്നു അല്ലേ? അങ്ങനെ എഴുതുന്നത് y. ഇവിടെ നമുക്ക് y ഈക്വൽ ടു 4z എന്ന് എഴുതി. y/z എഴുതി എങ്ങനെയാണ്? 4 അവിടെ കിടന്നു, ഈ ഇവിടെ ഉള്ള 1 താഴോട്ട് പോയി. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസഡിൻ്റെ കൂടെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഈക്വൽ ടു കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇവിടെ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ കൂടെ കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? ആദ്യമേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് 15നെയും കളഞ്ഞു. 10y ഈക്വൽ ടു 8z ആണ്. വൈയുടെ വാല്യൂ 8 ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ 10 ആണ്. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 8:10 കോമൺ ആയിട്ടുള്ള വാല്യൂ വെട്ടിക്കളയുക. അതാണ് റേഷ്യോ എന്ന് പറയുന്നത്. 8ൽ നിന്നും 10ൽ നിന്നും 2 വെട്ടി 4:5. എങ്ങനെ ചെയ്യാം? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഒരു എക്സാമിന് വന്ന മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു എക്സാമിന് നിങ്ങൾ എങ്ങനെ ചെയ്യണം? എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് പേന എടുക്കാതെ ചെയ്യണം. പേന എടുക്കേണ്ട ക്വസ്റ്റ്യൻ പേന എടുത്ത് തന്നെ ചെയ്യണം. ഇവിടെ എത്രത്തോളം കുറച്ചാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ഇത്രയും കാര്യമാണ്. ഈ ക്വസ്റ്റ്യന് ഒരു പേന എടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യന് എഴുതേണ്ടത് ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പേജ് മൊത്തം എഴുതുന്ന ഒരാൾ ഇത്രയും തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിച്ചു. അപ്പോൾ കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? 2/3y. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 10y ഈക്വൽ ടു 8z 15 ഈക്വൽ ആക്കി. z എന്ന് പറഞ്ഞാൽ 8 ആണെങ്കിൽ, y എന്ന് പറഞ്ഞാൽ 8 ആണെങ്കിൽ z എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 4:5 പേന എടുക്കാതെ ക്വസ്റ്റ്യൻ ചെയ്തു. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. നമുക്ക് പഠിക്കാം. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാം. എല്ലാ ടൈപ്പും ചെയ്യാം. ഈസി ക്വസ്റ്റ്യനും ചെയ്യാം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചെയ്യാം. ഈസി ക്വസ്റ്റ്യൻ ഈസിയസ്റ്റ് വേയിൽ ചെയ്യും, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ബെസ്റ്റ് വേയിൽ ചെയ്യും. അതായിരിക്കും നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കേ. യെസ്. കിട്ടിയ എൻ്റെ ആൻസർ? നോക്കാം. ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഔട്ട് ഓഫ് എ ടോട്ടൽ സം ഓഫ് റുപ്പീസ് 5,000, 5000 രൂപയിൽ ദാനിഷ് ഇൻവെസ്റ്റഡ് 1 part at 12% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ആൻഡ് ദ റിമൈനിങ് പാർട്ട് അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഒരു പാർട്ട് എടുത്ത് 12% സിമ്പിൾ ഇൻട്രസ്റ്റിലും ഒരു പാർട്ട് എടുത്ത് 10% സിമ്പിൾ ഇൻട്രസ്റ്റിലും എന്ത് ചെയ്തു? ഇട്ടു. ഒരു വർഷത്തിലെ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് വാട്ട് അക്രൂഡ് ടു ദാനിഷ് ഇൻ 2 years ഈക്വൽ ടു 1072, 1072 രൂപ അവൻ ഇൻട്രസ്റ്റ് കിട്ടി. വാട്ട് വാസ് ദ സം ദാനിഷ് ഇൻവെസ്റ്റഡ് അറ്റ് 12% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. എന്നാൽ 12% കൊടുത്ത രൂപ എത്രയാണ്? അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പലരും പല രീതിയിൽ പഠിപ്പിക്കും. ഒരു ബേസിക് ആയിട്ടുള്ള മെത്തേഡ്, എക്സാമിൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. എത്ര സിമ്പിൾ ആണെന്ന് കാണിച്ചു തരാം.
സിമ്പിൾ ആൻഡ് ടെസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ടെസ്റ്റിന്റെ ബേസിക് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് SSC GD എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പം അതിൽ സിമ്പിൾ ആൻഡ് ടെസ്റ്റ്, കോമ്പൗണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ, കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, ദയവായിട്ട് അത് കാണുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. 5000 രൂപ ഉണ്ടായിരുന്നു. അതിലൊരു പോർഷൻ A എന്ന് പറയുന്ന ഒരു പോർഷൻ 12% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തും B എന്ന് പറയുന്ന ഒരു പോർഷൻ 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന, ഒരു വർഷത്തിൽ 10%, ഒരു വർഷത്തിൽ 12%, അങ്ങനെ കിട്ടുന്ന 2 സ്ഥലത്ത് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞിട്ട്, 2 വർഷം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എത്ര കിട്ടിയാനെ? 12% വെച്ച് 2 വർഷത്തേക്ക് 24% ഇവിടുന്ന് കിട്ടിയാനെ എയുടെ. ബിയുടെ 2 വർഷത്തേക്ക് 20% ഇവിടുന്ന് കിട്ടിയാനെ. ടോട്ടൽ കിട്ടിയ എത്രയാണ്? 1072 രൂപയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് അലിഗേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് വഴി. ഇവിടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളിത് അല്ലെങ്കിൽ ഇതിന് എങ്ങനെ 24% എക്ക് കിട്ടും, പ്ലസ് 20% ബിയിൽ നിന്ന് കിട്ടും അല്ലേ? എ ആണ് ഇട്ടതെങ്കിൽ അതിൻ്റെ 24% ആയിരിക്കും അവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും 6%. ഇവിടെ 12% റേറ്റ് എന്നുണ്ടെങ്കിൽ, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. റേറ്റ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം എന്ത് ചെയ്യും? നമ്മൾ ഇടുന്ന പൈസയുടെ 12% നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ 2 വർഷമാണെങ്കിൽ ഇടുന്ന പൈസയുടെ 24% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇട്ട പൈസയുടെ 24% ഇൻട്രസ്റ്റും ഇവിടെ 10% വെച്ചാണ് ഇടുന്നതെങ്കിൽ 2 വർഷം കൊണ്ട് 20%. ഇട്ട പൈസയുടെ 20% ഇൻട്രസ്റ്റ് ഇവിടെയും കിട്ടും. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 വർഷം വന്ന പൈസയാണ് 1072 രൂപ. A+B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 രൂപയാണ്. ഇതിൽ നിന്നും ഓരോ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇത് സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 12% വിറ്റ അല്ലെങ്കിൽ കൊടുത്ത ഇട്ട പൈസ കിട്ടും. ഇതാണ് ഏറ്റവും ഓർഡിനറി, നിങ്ങൾ ബുക്കിലൊക്കെ കാണുന്ന മെത്തേഡ്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഇങ്ങനൊന്നും ചെയ്യരുത്. ഇവിടെ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്, ഒരു ചാപ്റ്ററായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിലും ഉപയോഗിക്കുന്ന കാര്യമാണ്. അലിഗേഷനും ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അലിഗേഷൻ്റെ 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് മിക്സ്ചറും അലിഗേഷനും കംപ്ലീറ്റ് ആയിട്ട് 3 ക്ലാസ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. മിക്സർ അലിഗേഷൻ ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ കിട്ടും. ആ 3 ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ പിന്നെ വേറെ എവിടെയും പോയി ഒന്നും കാണേണ്ടി വരത്തില്ല. ആ ക്ലാസ്സും പറഞ്ഞു തന്നു. നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട്. അത് പഠിക്കാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ അലിഗേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അലിഗേഷൻ ചെയ്യുന്നത് എല്ലാവരും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഒരു 12%, 10%. അങ്ങനെയാണെങ്കിൽ 1072 എന്ന് പറഞ്ഞാൽ 5000ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയിട്ടായിരിക്കും. പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ പറയുന്നു ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇവിടെ 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 1072. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ആയിരിക്കും. 1072ൻ്റെ പകുതി എത്രയാണ്? 10ൽ 5, 10ൽ 2 5 വട്ടം 7, 1000ൻ്റെ പകുതി 500, 72ൻ്റെ പകുതി 36. 536 ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഈക്വൽ ആയിട്ടായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. ഒരു വർഷം 536 ആണെങ്കിൽ അടുത്ത വർഷം 536. അങ്ങനെയാണ് 1072 രൂപ 2 വർഷം കൊണ്ട് അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അലിഗേഷനിൽ അസ്യൂം ചെയ്യുന്ന കാര്യം, 5000 രൂപയുടെ 5000 രൂപ മൊത്തം എടുത്ത് 5000 രൂപ എടുത്ത് ഞാൻ 12% ഇട്ടിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടിയത്? ഞാൻ ഒരു വർഷത്തെ 1 ഇയറിലെ കേസാണ് എടുക്കുന്നത്. 5000 രൂപയ്ക്ക് 12%. 5000ൻ്റെ 10% 500 ആണ്. 1% 50 ആണ്. 50 × 12. 1% ഇൻറ്റു 12 ആണ് 12%. ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതും 100% കാണുന്നതും 10% കാണുന്നതും എല്ലാം പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് SSC GD പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. SSC GD 2022 പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതൊന്നും അറിയാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. ഒരു ക്വസ്റ്റിനിൽ നിന്ന് എനിക്ക് അത്രയും ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. 50 × 12, 1% 50 ആണ്. 50 × 12, 5 × 12 60 ആണ്. 600 നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ 12% കിട്ടും. ചുമ്മാ 5000 ഇൻറ്റു 12%, 12/100 ഇങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങളെ വീണ്ടും സ്ലോ ആക്കത്തേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്ന ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര സമയമാണ് ആ ക്വസ്റ്റിന് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ എടുത്തായിരിക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ അറിയില്ല അത്. എക്സാമിന് പോയി ഡയറക്റ്റ് പോയി എഴുതാൻ പോകും. അവിടെ പോയി ആ ക്വസ്റ്റിന് അതേപോലെ തന്നെ ഒരിക്കലും മിറാക്കിളൊന്നും അവിടെ പോയി സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണോ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും അവിടെ പോയി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ 5 മിനിറ്റ് എടുത്താൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കാണാൻ കൂടി പറ്റില്ല.
അതുകൊണ്ട് ഈ മെത്തേഡ്സ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. ആദ്യം മുതൽ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ട് പോവാം, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഇപ്പോൾ ഞാൻ 5000 രൂപയും 12% ഇൻട്രസ്റ്റിലാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയാണ് അവിടുന്ന്? 5000 രൂപ ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ 5000ൻ്റെ 12% 600 രൂപ നമുക്ക് കിട്ടിയേനെ. ഇത് ഏത് കേസിലാണ്? ഫസ്റ്റ് കേസ്, 12% ഇട്ട കേസ്. ഇനി മുഴുവൻ 5000 രൂപയും ഞാൻ കൊണ്ടുപോയി 10% ഇൻട്രസ്റ്റ് ഇട്ടിരുന്നെങ്കിലോ എനിക്ക് ഒരു വർഷം എത്ര കിട്ടിയേനെ? 5000ൻ്റെ 10%. അത് എളുപ്പമാണ്, ഒരു സാധനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 500 രൂപ കിട്ടിയേനെ. ഇത് 10% ഇട്ട വാല്യൂ ആണ്. പക്ഷേ എഫക്റ്റീവായിട്ട് എനിക്ക് ഒരു വർഷത്തിൽ എത്ര രൂപയാണ് കിട്ടിയത്? 536 കിട്ടിയുള്ളൂ. അപ്പോൾ അലിഗേഷനിൽ 2 എക്സ്ട്രീം വാല്യൂ എഫക്റ്റായിട്ട് കിട്ടിയത്, 2 എക്സ്ട്രീം വാല്യൂ മിഡിലുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഓരോ റേഷ്യോയും കണ്ടുപിടിക്കാം. അലിഗേഷൻ്റെ ഈ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം, എങ്ങനെയാണ് എന്താണ് അലിഗേഷനും കാര്യങ്ങളും എങ്ങനെയാണ് എഴുതുന്നത് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. സമയം എടുക്കുന്ന പ്രോസസ്സാണ്, പക്ഷെ പഠിച്ചേ പറ്റും. ക്വസ്റ്റ്യൻസ് ഒക്കെ സമയം കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റും. ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് 36 ആ ഡിഫറൻസ് ഇവിടെ വരും. ഇവിടെ ഡിഫറൻസ് 536 4 കൂട്ടി 540, പിന്നെ 60 വേണം, 64. റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 36 64 റേഷ്യോ എടുക്കുമ്പോൾ എത്ര വെച്ച് കിട്ടാം? 4 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 9 4 9 16. യെസ്, 9:16 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്? നമ്മളെപ്പോഴും 12% പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആയിരിക്കും. 12% പെർ ആനോ ആണ്, അതായത് 100ൽ 12 അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ കിട്ടുന്ന എന്തിൻ്റെ ആയിരിക്കും? നമ്മളുടെ പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള പൈസ കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ ഇവിടെ പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആയിരിക്കും. പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ എന്താണ്? 9:16. ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സിനാരിയോ എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? 9:16 കിട്ടും. അതായത് ഇനിഷ്യൽ പ്രിൻസിപ്പിൾ 12% റേറ്റിൽ ഇട്ട പ്രിൻസിപ്പിൾ 9 യൂണിറ്റ് ആണെങ്കിൽ 10% റേറ്റിൽ ഇട്ട പ്രിൻസിപ്പിൾ എത്രയാണ്? 16 യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് ടോട്ടൽ എത്ര വന്നത്? 9ഉം 16ഉം 25 യൂണിറ്റ് ആയിരുന്നു നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊടുക്കേണ്ടത്. റേഷ്യോ ആണ്. 9 ആയിരുന്നു 12% ഇട്ടത്, 16 യൂണിറ്റ് ആണ്, 16 രൂപ ആയിക്കോട്ടെ, യൂണിറ്റ് ആയിക്കോട്ടെ, അതാണ് 10% റേറ്റിലിട്ടത്. 9ഉം 16ഉം കൂട്ടുന്ന 25 നമുക്കിവിടെ ടോട്ടൽ വരുന്നത്. പക്ഷേ 25ൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. എത്ര രൂപ? 5000 രൂപ. 25ൻ്റെ വാല്യൂ 5000 ആണെങ്കിൽ നമുക്ക് ആരുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വാസ് ദ സം ഡാനിഷ് ഇൻവെസ്റ്റഡ് അറ്റ് 12%. 12% എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ്? 9 യൂണിറ്റ് ആണ്. 9ൻ്റെ വാല്യൂ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. 25 ഗുണം 2 200 ഗുണം 9 1800 രൂപയായിരിക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മളുടെ ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ 10% റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപയായിരിക്കും? 25ൻ്റെ വാല്യൂ ആണ് 5000, എന്നാൽ 16ൻ്റെ വാല്യൂ ആയിരിക്കും 2 ഗുണം 16 32 3200, അല്ലെങ്കിൽ 1800 കൂടെ 3200 കൂട്ടിയാണ് 5000 വരുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഇത് എക്സാമിന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും സ്ലോ ആയിട്ടല്ല ചെയ്യേണ്ടത്. എങ്ങനെയാണ്? നല്ല ഫാസ്റ്റ് ആയിരിക്കണം. എഴുതുന്നതൊക്കെ കുറച്ചേ എഴുതാവൂ. എക്സാമിന് മെത്തേഡ് എന്താണ്? 5000 മൊത്തം 12% ഇട്ടാൽ ഒരു വർഷത്തേക്ക് എനിക്ക് 600 കിട്ടും, അത് എഴുതണം. 10% ഇട്ടാൽ 500 കിട്ടും, അത് എഴുതണം. ഒരു വർഷത്തെ ഇവിടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്, ഇവിടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വർഷത്തെ എഴുതണം. ഇവിടെ 2 വർഷത്തെ, ഇവിടെ 2 വർഷത്തെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഇതിൻ്റെ ഇരട്ടി 1072 വരും. 1200 1000 1072. അങ്ങനെ ചെയ്താലും ഫൈനൽ റേഷ്യോ ഇത് തന്നെ വരത്തുള്ളൂ. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 600 500 536 കിട്ടിയത്. ഡിഫറൻസ് എടുക്കുക 36, ഇവിടെ 64. റേഷ്യോ എടുക്കുക, എന്ത് കിട്ടും? 9:16 കിട്ടും. 4 വെച്ച് കിട്ടുമ്പോൾ ഇപ്പോൾ ടോട്ടൽ 25ൻ്റെ വാല്യൂ ആണ് 5000. 25 ഗുണം 2 ആണ് 50. 9 ഗുണം 2 അങ്ങനെയാണെങ്കിൽ 9ൻ്റെ വാല്യൂ 9 ഗുണം 2 25 ഗുണം 2 50 ആണ്. അങ്ങനെയാണെങ്കിൽ 9 ഗുണം 2 18. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണും? നോൺ സീറോ ആയിട്ട് 18 കാണും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻസ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ എഴുതാനുള്ളത്. എക്സാമിന് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വഴി ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് പഠിച്ചെടുക്കാൻ നോക്കുക. മെത്തേഡ് പഠിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി തന്നെ ശരണമുള്ളൂ. പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കും. ഇതറിയാത്തത് കൊണ്ടാണ് ഒരുപാട് പേർക്കും ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പഠിക്കാൻ ശ്രമിക്കുക, സെറ്റാക്കുക. ഒരു നല്ല ക്വസ്റ്റ്യനാണ്. അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും വരും. ഈ അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വഴിയുണ്ട് ഇതിനകത്ത്. 2 വർഷം
അല്ല, ഒരു വർഷം 12%, മറ്റു വർഷം 10%, അങ്ങനെ ഒരു വർഷം എത്രയാണ് റേറ്റ് കിട്ടിയത് പെർസെൻറ്റേജ് ആണ് ഇവിടെ ഇരുന്നെങ്കിൽ നടുക്കും എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് എഴുതണം. പക്ഷെ അത് കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആയിരിക്കും, കാൽക്കുലേഷൻ കൂടും. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഈ മെത്തേഡ് ഉപയോഗിക്കാൻ നോക്കുക. 536 എന്ന് പറയുന്നത് 5000-ൻ്റെ എത്ര ശതമാനമാണ്? 5000 × 100 / 50. എന്നാൽ 100-ൽ എത്ര ബൈ 50 എത്ര കിട്ടും? വിച്ച് കാൽക്കുലേഷൻ ആണ്. 50 ചെയ്യുമ്പോൾ 5 ചെയ്യുമ്പോൾ 1 0 7 107 പോയിന്റ് സംതിങ് അങ്ങനെയൊക്കെ വരും. ഓക്കെ, കാൽക്കുലേറ്റീവ് ആണ്. 7 പോയിന്റ് സംതിങ് വരും. എൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട. 536 / 10 പോയിന്റ് സംതിങ്, 10%, 10.7 സംതിങ് വരും. അത് ഇവിടെ എഴുതേണ്ടി വരും. ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ റേഷ്യോ തന്നെ എടുത്തുള്ളൂ, പക്ഷേ ഇതെന്താണ് കാൽക്കുലേറ്റീവ് ആയിട്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. എല്ലാ ക്വസ്റ്റിൻ്റെ എക്സാം മെത്തേഡും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം എക്സാം എടുക്കാറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം മെത്തേഡിൽ മാത്രം ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് പടപടാന്ന് ചെയ്യാം. ഒരു എക്സാം പേപ്പറൊക്കെ സോൾവ് ചെയ്യും. അതിന് മുമ്പേ നിങ്ങൾ പഠിക്കുക. കുറച്ച് കുട്ടികൾ എൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ സെറ്റായി വരണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ആ ഒരു ചാപ്റ്റേഴ്സൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം മെത്തേഡിൽ തന്നെ എല്ലാ ക്വസ്റ്റിനും ചെയ്യുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ എത്തും. ക്ലാസ്സൊക്കെ എടുത്ത് പഠിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. 30 സെക്കൻഡ് സമയമുണ്ട്, ചെയ്തേ. യെസ്, യെസ്. കിട്ടിയ ആൻസർ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യാം? 1 മൈനസ്, അവിടെ ഒന്നും ചെയ്യാനില്ല. അതും എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 4/5 എഴുതി. -1 നമുക്കൊന്നും ചെയ്യാനില്ല. 1 × 3 പിന്നെ ഇൻറ്റു ചെയ്യണം. നമ്മുടെ ബോർഡ് മാസ് റൂളാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോർഡ് മാസ് വെച്ച് ചെയ്തതാണ്. ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. കഴിഞ്ഞ മിക്സഡ് പ്രാക്ടീസിനകത്ത് ഞാൻ ചെയ്തതാണ്. ഈ ഒരു ഓർഡറിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ബോർഡ് മാസ് വെച്ച് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞതാണ്. ഓർഡറും എല്ലാം ചെയ്തതാണ് നമ്മൾ. 4/5 - 1 × 3 അത് നമ്മൾ ചെയ്യണം. അത് 3 ആണ്. +2 ബ്രാക്കറ്റിൽ ഇതാണുള്ളത്. അത് × 8 / എക്സാമിൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. 3-ൻ്റെ സ്ക്വയർ × 8. 3 സ്ക്വയർ 9 ആണ്. 9 8 72 - 4 × 2 8. മൈനസ് പിന്നെ ചെയ്തോളൂ. നമുക്ക് എന്ത് പറയാം? മേളിൽ എന്ത് കിട്ടും? ഓക്കെ, 1 മൈനസ് എന്ന് പറയുമ്പോൾ 1 എല്ലാത്തിനും പുറത്താണ്. ശ്രദ്ധിച്ചോണം. ഇത്ര എഴുതുന്നത് വലിയ മണ്ടത്തിലാണ്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണം? 4/5 - 3 + 2. 4/5 - 3 + 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഏത് ഓർഡറിലും ചെയ്യാം. -3 + 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -3 + 2 ഡിഫറൻസ് എടുത്തിട്ട് വലുതിൻ്റെ സിമ്പിളോട്. -3 + 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇപ്പോൾ 4/5 -1 ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ 4 - 5 4 - 5 4 - 5 ഇത്രയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ 4 - 5 എന്ന് പറയുമ്പോൾ -1/5. ഇവിടെ -1/5 × 8 വരും. ഇപ്പോൾ 8/5. ഇത് -1/5 ആണ്. അതെ × 8 -8/5 ഡിവൈഡഡ് ബൈ താഴെ മാത്രമേ ഉള്ളൂ 70 എന്ന് വരും. 1 - -8/5/70 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 70 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേ ബൈ 70 എന്ന് പറഞ്ഞാൽ 70/1 ഉണ്ട്. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/70 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊക്കെ SSC GDയുടെ ആ ഒരു 9 ക്ലാസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് 9 ക്ലാസ് കണ്ടാൽ ഇതൊക്കെ ബേസാണ്, മാത്സിൻ്റെ ബേസാണ്.
ഇതില്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടും, 1 പ്ലസ് ഈ മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും. 1 പ്ലസ് 8-നകത്തും 7-നകത്തും കോമൺ ആയിട്ടുള്ള 2 കളയാം. 4 ഡിവൈഡഡ് ബൈ 5 ഗുണം 35, 2 കളയാം. 2 കളയുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 35 വരും. 35 175. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് നോക്കാം. യെസ്, ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും ഒരു കാൽക്കുലേഷൻ്റെ മിസ്റ്റേക്ക് നോക്കാം. യെസ്, ഇവിടെ എന്തോന്നു, 4/5 -1 -1 × 3 -3 + 2. 4/5 -1 4/5 -1 4 -5 -1/5 -1/5 × 8 എന്ന് പറഞ്ഞാൽ -8/5 ആണ്. ഡിവൈഡ് ബൈ 72 -8. ഓക്കെ, അതാണ് തെറ്റിയത്. 72 -8 70 അല്ല. യെസ്, അതായത് ഇങ്ങനെ ഞാൻ ചെയ്യാറില്ല, ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇത് വന്നത്. 72 -8 എന്ന് പറയുമ്പോൾ 64. ഇവിടെ 64 വരും. അപ്പോൾ 1 ഇവിടെ മൈനസ് എന്താവും, -8/5 പ്ലസ് ആവും. 8/5 ഡിവൈഡ് ബൈ 64 ആണ്. അടിയിൽ എന്ത് ചെയ്യും, 1/64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 8 കൊണ്ട് കിട്ടുമ്പോൾ ഇവിടെ 8 വരും. അപ്പോൾ 1 + 1/8 5 40. 40 1 41/40. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. ശരി, ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതരുതെന്ന് പറഞ്ഞാൽ 1 - അത് എഴുതിയേ പറ്റൂ. 4/5 -1. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. 4/5 -3 + 2 -3 + 2 -1 ആണ്. 4/5 -1 ചെയ്യാം. 4/5 -1 ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. -1 ഇവിടെ എന്താണ് 4 -1/5 × 8 8/5 വരും. -8/5 വരും. ഡിവൈഡഡ് ബൈ 72 - 8 64. 64 7 വരും. 8 വരും. അപ്പോൾ 1 + 1/40 41/40. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാൽക്കുലേഷൻ ചെയ്ത് ഇത്രയും സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. പക്ഷെ അതിന് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. യെസ്, ഓക്കെ ആണല്ലോ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. നമ്മളെല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചെയ്തതാണ് കേട്ടോ. ചെയ്തേ, ക്വസ്റ്റ്യൻ ചെയ്ത് എന്താ വരച്ചെങ്കിലേ പറ്റത്തുള്ളൂ. യെസ്, ഫിഗർ വരച്ചെങ്കിൽ പറ്റി നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന്. ഇവിടെ എ ബിയും സി ഡിയും പാരലൽ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ തൊടുവര എന്ന് പറയും. സർക്കിൾ വിത്ത് സെന്റർ ഒ. പോയിന്റ്സ് പി ആൻഡ് ക്യു ആർ ഓൺ എ ബി ആൻഡ് സി ഡി റെസ്പെക്റ്റീവ്ലി സച്ച് ദാറ്റ് പി ക്യു ടച്ചസ് ദ സർക്കിൾ അറ്റ് ആർ. ഫൈൻഡ് ദ മെഷർ ഓഫ് പി ഒ. ഇവിടെ തിയറം വെച്ചാണ് ചെയ്യുന്നത്. ഇതെന്താണ് തിയറം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സർക്കിൾ, ഇതിൻ്റെ എക്സാം മെത്തേഡും നോർമൽ മെത്തേഡും സെയിം തന്നെയാണ്. നമ്മൾ വരച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സർക്കിളാണ്. എ ബിയും സി ഡിയും പാരലൽ ടാൻജൻസ് ആണ് സർക്കിൾ. പാരലൽ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പാരലായിട്ടുള്ള 2 ടാൻജൻസ് തൊടുവരകളാണ്. ഇതിനാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നു എ ബിയും ഇത് എ ബി സി ഡി. എ ബി സി ഡി എന്താണ്, 2 പാരലായിട്ടുള്ള ടാൻജൻസ് ആണ്. സർക്കിൾ വിത്ത് സെന്റർ, സർക്കിളിന്റെ സെന്റർ ഒ ആണ്. പിയും ക്യൂവും ആർ ഓൺ എ ബി ആൻഡ് സി ഡി സച്ച് ദാറ്റ് പി ക്യു ടച്ചസ് സർക്കിൾ അറ്റ് ആർ. അപ്പോൾ പി ക്യു, പി ഇവിടെ എ ബിയിലുള്ള പോയിന്റ്, ക്യു സി ഡിയിലുള്ള പോയിന്റ്. പി ക്യു ടച്ചസ് ആ ഒരു സർക്കിളിനെ എവിടെയാണ്, ആർ എന്ന് പറയുന്ന ഈ പോയിന്റ്. ഇതിനാണ് ആർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ചെയ്യുക. ഫൈൻഡ് ദ മെഷർ ഓഫ് പി ഒ ക്യു. അതായത് നമുക്ക് ഏതിൻ്റെ മെഷറാണ് വേണ്ടുന്നത്, ഈ ഒരു പി ഒ ക്യു ഇതിൻ്റെ മെഷറാണ് വേണ്ടത്. ഈ ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, പി ഒ ക്യു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ തിയറംസ് അപ്ലൈ ചെയ്യാം. ജോമെട്രി പഠിച്ചവരാണെങ്കിൽ ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിത് പഠിക്കേണ്ടിയിരിക്കുന്നു.
കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ തിയറംസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ക്ലാസ് എടുത്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, O എന്ന് പറഞ്ഞ സെൻറ്ററിൽ നിന്നും നമ്മൾ ഇത് ടാൻജൻ്റ് ആണ്, AB എന്ന് പറഞ്ഞ ടാൻജൻറ്റ്. അപ്പോൾ AB-യിലായിട്ട് എന്ത് ചെയ്യാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ റേഡിയസും അല്ലെങ്കിൽ സെൻറ്ററും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി തിയറമാണ്, 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ താഴെ ഇതൊരു ടാൻജൻ്റ് ആണ്, CD എന്ന് പറഞ്ഞ ടാൻജൻറ്റും O സെൻറ്ററാണ്, സെൻറ്ററും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന, ഞാൻ E കൊടുക്കുന്നു, ഇവിടെ F കൊടുക്കുന്നു. OE എന്ന് പറഞ്ഞ ലൈൻ റേഡിയസ് ആണ്, OF എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി. അതാണ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്, ഇത് രണ്ട് പാരലാണ്, പാരലാകുമ്പോൾ ഇത് 90 ആണ്. ഇനി നമുക്ക് എന്ത് പറയാം, ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കൺസ്ട്രക്ഷൻ എക്സ്ട്രാ ആയിട്ട് വരച്ചെങ്കിലേ പറ്റൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓയും ആറും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ PQ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടാൻജൻ്റ് ആണ്. സർക്കിളിനെ ഒരു സ്ഥലത്ത് മാത്രം ടച്ച് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ ടാൻജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും, റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ളത്. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു സർക്കിളിൽ ഈക്വലായിട്ട്, അതായത് ഇവിടെ 90 ഡിഗ്രി വന്നു, ഇവിടെ 90 ഡിഗ്രി വന്നു, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. ഇപ്പോൾ രണ്ടും എന്താണ്, പാരലായിരിക്കും. ഈ ടാൻജൻസ് രണ്ടും പാരലായിട്ടുള്ള ലൈൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എല്ലായിടത്തും 90 ഡിഗ്രി. ഇതൊരു സ്ക്വയർ പോലെയാണ്. ഇത് 90, ഇത് 90. അപ്പോൾ ഇതും 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 എല്ലാം ഈക്വലാണ്. എല്ലാ സൈഡുകളും എന്താണ്, ഈക്വലാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, POQ ആണ്. POQ ഇത് മൊത്തത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആംഗിൾ X ആണെന്ന് വെച്ചോ, ഞാൻ വേറൊരു കളർ എടുക്കാം. യെസ്, ഇത് X ആണെന്ന് വെച്ചോ, ഇതും എന്ത് തന്നെ ആയിരിക്കും, X തന്നെ ആയിരിക്കും. ഇത് Y ആണെങ്കിൽ ഇതും Y ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ എന്ത് ചെയ്യും, സ്ക്വയറിൻ്റെ ഡയഗണലാണിത്. PO എന്ന് പറയുന്നത് എന്താണ്, ഡയഗണൽ ഓഫ് എ സ്ക്വയർ ആണ്. ഡയഗണൽ ഓഫ് സ്ക്വയർ EPOR. EPRO. നല്ല ക്വസ്റ്റ്യൻ ആണിത്, സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. EPRO എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഡയഗണലാണ്. അപ്പോൾ ഡയഗണൽ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. ഇതൊക്കെ തിയറംസ് ആണ്, ഇതൊക്കെ പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ആംഗിൾ X ആണെങ്കിൽ ഇതും എന്തായിരിക്കും, X ആയിരിക്കും. ഇത് Y ആണെങ്കിൽ ഇതും Y ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ വേണ്ടത്, നമുക്ക് 2x, X കൂട്ടുന്നത് എന്താണ്, 90 ആണ്. Y യോട് കൂട്ടുന്നത് എന്താണ്, 90 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് X+Y ആണ് വേണ്ടത്. X+Y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓൾറെഡി X, ഇവിടെ X, ഇവിടെ X, ഇവിടെ Y, ഇവിടെ Y, ഇവിടെ Y. അപ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈനിൽ ആംഗിൾ എന്താണ്, മൂന്നാമത്തെ പോയിന്റ്, സ്ട്രേറ്റ് ലൈനിൽ ആംഗിൾ എന്താണ്, സ്ട്രേറ്റ് ലൈനിൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഒരു നേർരേഖയിലുള്ള ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, X-ഉം Yയും അതായത് 2x + 2y വാല്യൂ എന്താണ്, 180 ആണ്. രണ്ട് കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാൽ X+Y വാല്യൂ എന്ത് കിട്ടും, 90 എന്ന് കിട്ടും. X+Y ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, 90 നമുക്ക് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ B നമുക്ക് ആൻസർ കൊടുക്കാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫിഗർ വരയ്ക്കുക, ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇവിടുത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇവിടെ 90 ആണ്, ഇതിൽ പാരലൽ ലൈൻസ് ആണ്. ഇത് 90 ആണ്, ഇത് 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലും ആണ്, രണ്ട് ആംഗിൾസ് 90 ആണ്. അപ്പോൾ ഇത് എന്തായെങ്കിലും പറ്റൂ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയെങ്കിലേ പറ്റൂ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയെങ്കിലേ പറ്റൂ. കാര്യം പാരലാണ്, 90 ഡിഗ്രി ആണ്. ഇതൊരു സ്ക്വയറിന് മാത്രമേ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉള്ളൂ. സ്ക്വയർ വരച്ചു, ഇത് മേളിലുള്ള സ്ക്വയർ ആണ്, താഴെയുള്ള സ്ക്വയർ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. ഇനി എന്ത് ചെയ്തു, ഡയഗണൽ വരച്ചു. ഡയഗണൽ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. ഇത് X ആണെങ്കിൽ ഇത് X ആണ്, ഇത് Y ആണെങ്കിൽ ഇത് Y ആണ്, ഇത് തീറ്റ ആണെങ്കിൽ തീറ്റ, ആൽഫ ആണെങ്കിൽ ആൽഫ. അപ്പോൾ ടോട്ടൽ 2x + 2y ആണ് 180. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്, POQ, X-ഉം Y-യോടെ കൂടുന്ന ഇതിൻ്റെ വാല്യൂ ആണ്. അതിൻ്റെ പകുതി X+Y എന്ത് കിട്ടും, 90 ഡിഗ്രി കിട്ടും. ഫിഗർ വരയ്ക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തു. എൻ്റെ എല്ലാം കാൽക്കുലേഷനും എക്സാം ചെയ്തിട്ടും എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. യെസ്, ഇതൊരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനോടുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് DA ക്വസ്റ്റ്യനും എല്ലാം ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഇതെല്ലാവരും ഹോംവർക്കായിട്ട് കമൻറ്റ് ചെയ്യുക, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം പറയുക കേട്ടോ. പറയുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിലെടുത്ത് പഠിക്കുന്നവർക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാം. നല്ല സെറ്റായിട്ട് പഠിച്ചു പോകാവുന്ന ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിലുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാം പറഞ്ഞ ക്ലാസ്സിലെല്ലാം കണ്ട് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.